ഡാ നീന ജോയെ. ദച്ചു കൈ അമർത്തിപ്പിടിച്ച് വേദന സഹിച്ചിരിക്കുന്ന ജോയ് എന്ന് നോക്കിക്കൊണ്ട് ടേബിളിലിരുന്ന് ജഗ്ഗെടുത്ത് യദുവിന് നേരെ വീശി. പെട്ടെന്നായതുകൊണ്ട് അവനും അവളെ പിടിച്ചു വെക്കാൻ പറ്റിയില്ലായിരുന്നു. യദു വേദനയുടെ നെറ്റിയിൽ കൈ അമർത്തി പിടിച്ചു. അതിൽ നനവ് തോന്നി അവൻ കൈ എടുക്കുമ്പോഴാണ് മുറിഞ്ഞ് ബ്ലഡ് വേദന കണ്ടതവൻ. വേദനയെടുത്തും യദു ദച്ചുവിൻ്റെ ദേഷ്യത്തിൽ ചുവന്നു നിൽക്കുന്ന മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി. അത് കണ്ട് ദച്ചുവിന് വിറഞ്ഞു കയറി. നീ എന്നെ കൊന്നാലും ഞാൻ സന്തോഷത്തോടെ നിന്ന് തരും ദക്ഷിണ. അങ്ങനെയെങ്കിലും നിന്റെ കൈ എന്നിൽ പതിയുമല്ലോ. അതും എനിക്കൊരു ലഹരി തന്നെയാണ്. വല്ലാത്തൊരു ഭാവത്തോടെ അവളിൽ തന്നെ കണ്ണു നട്ടുകൊണ്ട് യദു പറഞ്ഞു കേട്ടതും ദച്ചു വെറുപ്പോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ജോയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാ ജോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ദച്ചു സങ്കടത്തോടെ പറഞ്ഞു. എനിക്കൊന്നുമില്ലടി, നീ ഇങ്ങനെ വിഷമിക്കാതെ. ജോ അവളുടെ സങ്കടം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഈ തെണ്ടിക്ക് കിട്ടാൻ പോകുന്നതേയുള്ളൂ. ഇപ്പം നിന്നെ വേദനിപ്പിച്ചതിനും കൂടെ ഇവൻ അനുഭവിക്കും. ശരിക്കറിയില്ല ഇവൻ എൻ്റെ ഇച്ഛയെ. ദച്ചു പല്ലി കടിച്ചുകൊണ്ട് ജോയെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ മുഖം ചുവപ്പിച്ച ഞാൻ പദം ചെയ്തു പോകും കേട്ടോ ദക്ഷിണ. യദു അവൾക്ക് നേരെ അല്പം നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ദച്ചു ദേഷ്യത്തിൽ അവൻ്റെ കാലിൽ അമർത്തി ചവിട്ടിക്കൊണ്ട് ജോയെയും കുട്ടി പുറത്തേക്കിറങ്ങി. സാർ വരും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നെറ്റിയിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നുണ്ട്. വേണ്ട. ദച്ചു പോകുന്നത് ചെറുചിരിയോടെ നോക്കി നിൽക്കുന്ന യദുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അവൻ്റെ ഒരു സ്റ്റാഫ് പറഞ്ഞു കേട്ട് യദു അവനെ രൂക്ഷമായി ഇന്ന് നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദേ ബ്ലഡ് നല്ലോണം ഒഴുകുന്നുണ്ട്. അയാൾ വീണ്ടും യദുവിൻ്റെ നെറ്റിയിലേക്ക് നോക്കി. ഇതെനിക്കൊരു വേദനയല്ലടൂ, ഇതെനിക്ക് വല്ലാത്തൊരു സുഖ. അവളുടെ കൈകൊണ്ട് കിട്ടുന്ന വേദന പോലും എനിക്ക് വല്ലാത്ത ലഹരിയാണ് അവളെപ്പോലെ. യദു ഉന്മാദത്തോടെ പറഞ്ഞുകൊണ്ട് ആ മുറിവിൽ പതിയൊന്ന് അമർത്തി. പിന്നെ ഒരു ചിരിയുടെ പുറത്ത് കിടക്കുന്ന അവൻ്റെ കാറിലേക്ക് കയറി. ഇത് വല്ലാത്ത ഭ്രാന്ത് തന്നെ. യദു പോന്നു നോക്കി അവൻ്റെ സ്റ്റാഫ് പിറുപിറുത്തുകൊണ്ട് വേഗത്തിൽ അവൻ്റെ അടുക്കിലേക്ക് ഓടി. ആ പതിയെ. ജോ പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് പാർവതി അവനെ നോക്കി കണ്ണുതൊട്ടി. അല്ല, വേദനിക്കുന്നുന്ന് ജോ ഒന്ന് പരങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പാർവതി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ്റെ കൈ ശ്രദ്ധയോടെ നോക്കി. പൊട്ടലൊന്നുമില്ല, വേദന 2 ദിവസം കൊണ്ട് റെഡി ആയിക്കോളും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടല്ലോ. പാർവതി പറഞ്ഞു കേട്ട് അവൻ അനുസരണയോട് തല കുലുക്കി. വീട്ടിൽ വിളിച്ചു പറഞ്ഞോ രണ്ടാളും? പാർവതി ചെറിയിൽ നിന്നും ഇരുന്നുകൊണ്ട് തന്നെ ദച്ചുവിനെ നിന്ന് നോക്കി. ദേവേട്ടനോടും മിച്ചിയോടും പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തി. ഇച്ചിക്ക് എന്താ ജോലി തിരക്ക്? ദേവേട്ടൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞു. ദച്ചു പറഞ്ഞു കേട്ട് പാർവതി മെല്ലെ ഇന്ന് പുഞ്ചിരിച്ചു. ഉടനെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകേണ്ടി വരുമല്ലോ. ഇന്നലെ വീട്ടിൽ പറയുന്നത് കേട്ടു, എല്ലാവരും തിരക്കെല്ലാം മാറ്റി വെക്കണമെന്ന്. ദച്ചു ചിരിയോടെ പറഞ്ഞു കേട്ട് പാർവതിയുടെ മുഖം ഒന്ന് ചുവന്നു. അയ്യടാ, ഈ ചെറിയ കാര്യത്തിന് ഈ മുഖം ഇങ്ങനെ ചുവന്നാൽ പിന്നെ എങ്ങനെയാ? അതിന് മാത്രം നാണിക്കാനുള്ളതാണോ ഞാൻ പറഞ്ഞത്? നാണം മറയ്ക്കാനുള്ളതല്ലേ അത്? ദച്ചു പറഞ്ഞു കേട്ട് പാർവതി അവളിൽ നിന്ന് കണ്ണുകൊട്ടി നോക്കി. സത്യത്തിൽ എന്താ ജോയ്ക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇവൻ്റെ കൈക്ക് എന്തു പറ്റിയതാ? ചിരിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഗൗരവത്തോടെ പാർവതി ചോദിച്ചു. നിങ്ങളുടെ എല്ലാം കൂടെ പഠിച്ച ആ തെണ്ടിയില്ലേ, ആ യദു കൃഷ്ണ, അവനെ ഞങ്ങളിന്ന് കണ്ടിരുന്നു. അവനെ ജോയുടെ കൈ പിടിച്ച് തിരിച്ചത്. അതിന് മറുപടിയായിട്ട് അവൻ്റെ നെറ്റിയിൽ ജഗ് ഉപയോഗിച്ച് ഞാനും ഒന്ന് കൊടുത്തിട്ടുണ്ട്. അവൾ ആ കാര്യം ഓർത്ത് പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞു. അവനാണ് ആളെന്ന് എനിക്ക് ഇന്നലെ പറയുമ്പോഴാണ് ഞാനും അറിയുന്നത്. എങ്കിലും അവനും ജീവനിൽ കൊതിയില്ലാതെ ആയി പോയല്ലോ. എനിക്ക് അത് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം. പാർവതി കളിയോടെ പറഞ്ഞു കേട്ടതും തെച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. എന്തു പറയുന്നു? ഇപ്പം തെച്ചുവിൻ്റെ ഭർത്താവ് ഹാപ്പിയല്ലേ മോള്? പാർവതി തെച്ചുവിൻ്റെ കവളിൽ കൈ അമർത്തി. ഓ, അതൊന്നും പറയണ്ട ഏട്ടത്തി. എനിക്കെന്ത് കുറവ്? കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. എപ്പോഴും പഠിക്കുക എന്നൊരു പല്ലവി മാത്രം. ദച്ചു ഇറക്കിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും പാർവതി അമർത്തി ഒന്ന് ചിരിച്ചോ, എനിക്കും ഇതുപോലെ അവസരം വരും. ദച്ചു ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും പാർവതി ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് മിണ്ടാതെ ഇരുന്നു. ദേവേട്ടൻ വന്നു തോന്നുന്നു. ദേ കോൾ വന്നു. ദച്ചു തൻ്റെ ഫോൺ ഉയർത്തി പാർവതിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് കോൾ എടുത്തു. ആ ദേവേട്ട, ഞങ്ങളിവിടെ ഏട്ടത്തിയുടെ ക്യാബിലുണ്ട്. ഏട്ടത്തിയ ജോയെ നോക്കി ഇങ്ങോട്ട് വന്നേക്ക്. ദച്ചു പറഞ്ഞിട്ട് ഫോൺ വെച്ചതും പാർവതിയുടെ കണ്ണ് അവളുടെ ക്യാബിൻ ഡോറിന് നേരെ നീണ്ടു. എന്തു പറ്റിയടാ? ദേവൻ വെപ്രാളത്തോടെ കയറി വന്നുകൊണ്ട് ചേർന്നിരിക്കുന്ന ജോയുടെ കയ്യിൽ കണ്ണോടിച്ചു. ഏയ്, അതിന് മാത്രം ഒന്നുമില്ല ദേവേട്ട. നേരത്തെ കൈക്ക് നല്ല വേദനയുണ്ടായിരുന്നു. ഇവിടെ വന്ന ഉടനെ തന്നെ ഏട്ടത്തെ ഒരു ഇഞ്ചക്ഷൻ തന്നിരുന്നു എനിക്ക്. അതിൻ്റെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെ വേദനയൊന്നുമില്ല. ജോ പറഞ്ഞു കേട്ട് ദേവനെന്ന് മൂളിക്കൊണ്ട് ദച്ചുവിനെ നോക്കി. ആ യദുവാണ് ദേവേട്ട. ഇച്ചിയോട് പറഞ്ഞ് അവന് നല്ല 2 വാങ്ങിക്കൊടുക്കണം ദേവേട്ട. എൻ്റെ ജോയുടെ കൈയാണ് ഇന്ന് അവൻ പിടിച്ച് തിരിച്ചത്.
ദച്ചു ആ ഓർമ്മയിൽ കണ്ണടച്ചുകൊണ്ട് അമർഷത്തോടെ പറഞ്ഞു. അതൊക്കെ നമുക്ക് നോക്കാം ദച്ചുട്ടാ. ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. അവിടെ എല്ലാവരും ടെൻഷനായിരിക്കുവാണ്. ദേവൻ പറഞ്ഞു കേട്ടതും അവൾ തലകുലുക്കി സമ്മതം പറഞ്ഞു. ഡ്യൂട്ടി കഴിയാറായില്ലേ പാർവതി? ദേവൻ അവനെ തന്നെ നോക്കി നിൽക്കുന്ന പാർവതിയെ നോക്കി ചിരിയോടെ ചോദിച്ചു. ദാ കഴിഞ്ഞു ദേവേട്ടാ. ഞാൻ പിന്നെ ഇവർ പോയി കഴിഞ്ഞ് പോകാമെന്ന് കരുതിയിരുന്നതാ. ദേവേട്ടനാകും വരുന്നെന്ന് നോക്കി നിന്നതാ ഈ ഏട്ടത്തി. എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? തേച്ച് കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പാർവതിയുടെ മുഖം വിളറി. അയ്യോ അങ്ങനെയല്ല ദേവേട്ടാ. ഞാനിപ്പോൾ തെച്ചൂട്ടൻ പറഞ്ഞു കേട്ടപ്പോഴാണ് അറിഞ്ഞത് ദേവേട്ടനാണ് ഇവരെ കൂട്ടാൻ വരുന്നതെന്ന്. തെച്ചു പറയുന്ന കേട്ടതും പാർവതി വെപ്രാളത്തോടെ പറഞ്ഞു. ഈ രണ്ടെണ്ണവും ഇങ്ങനെ തന്നെയാണ് പാർവതി. താനത് കാര്യമാക്കണ്ട. ദേവൻ അവളുടെ മുഖത്തെ വെപ്രാളമൊന്ന് നോക്കി ചെറിയ ചിരിയോടെ പറഞ്ഞു. ഓ ഇപ്പോൾ അങ്ങനെയായല്ലേ? അല്ലെങ്കിലും കല്യാണമെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവിടെ പെങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും കാണില്ല. പക്ഷേ ഇപ്പോഴേ എനിക്ക് വിലയില്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ട ദേവേട്ടാ. ദച്ചു ഇല്ലാത്ത കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദേവൻ അവളെ നോക്കി കണ്ണുരുട്ടി. പാർവതിയാണെങ്കിൽ അവളെ മിഴിച്ചു നോക്കുന്നുണ്ട്. ഇവരുടെ നാടകം ഇങ്ങനെ നടക്കും. പാർവതിക്ക് സമയം വാങ്ങി പോയേക്കാൻ നോക്ക്. ദേവൻ ദച്ചുവിൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ ചിരിയോടെ തല കുലുക്കി. ഈ ദേവേട്ടൻ ഈച്ചയെപ്പോലെ മൂരാച്ചി ആകരുത് കേട്ടോ. വല്ലപ്പോഴും നേർച്ച പോലെ ഇത്തിരി നേരം സംസാരിക്കാൻ വിളിച്ച പോരാ. പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം. അതൊക്കെയല്ലേ ദേവേട്ട സ്നേഹം. ദച്ചു അവൻ്റെ കയ്യിൽ കൈ കോർത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും ദേവൻ അവളെ രൂക്ഷമായി നോക്കിയിട്ട് ജോയി ഒന്ന് നോക്കി. മര്യാദയ്ക്കിതേ ഇതിനെ കൊണ്ട് കാറിൽ പോയിരിക്കാൻ നോക്ക്. ഞാനിപ്പോൾ അങ്ങോട്ട് വന്നോളാം. ദേവൻ്റെ സംസാരം കേട്ടതും ജോ തല കുലുക്കിക്കൊണ്ട് ദച്ചുവിനെ കൊണ്ട് പുറത്തേക്ക് നടന്നു. ഏടത്തി എന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഞാൻ വിളിച്ചോളാം. ദച്ചു വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നത് നോക്കി പാർവതി സ്നേഹത്തോടെ ഒന്ന് ചിരിച്ചു. തനിക്ക് പരിഭവം ഉണ്ടോടൂ ഞാനിങ്ങനെ പുറത്തുനിന്ന് തന്നെ കൊണ്ടുപോകാത്തതിൽ? അവർ രണ്ടും പോയത് കണ്ട് ദേവൻ പാർവതിക്ക് നേരെ തിരിഞ്ഞു. ഏയ് എനിക്കങ്ങനെ ഒന്നുമില്ല ദേവേട്ട. അവർ കളി പറയുന്നതല്ലേ. പിന്നെ ദേവേട്ടനെ തിരക്ക് ഞാനും നോക്കണമല്ലോ. അവൾ ചിരിയോടെ പറഞ്ഞു കേട്ട് ദേവൻ പാർവതിയുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് അവളെ വലിച്ചു നിർത്തി. അവൻ്റെ ആ പ്രവൃത്തിയിൽ പാർവതിയുടെ കണ്ണൊന്ന് തള്ളി. താങ്ക്സ്. ദേവൻ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞുകൊണ്ട് പാർവതിയുടെ കവിളിൽ ചെറുതായി എന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഞെട്ടി കവിളിൽ കൈവച്ച് ദേവനെ ഒന്ന് നോക്കി. വീട്ടിൽ സ്ഥിരമാകുമ്പോൾ ഞാനിപ്പോൾ ഉള്ള കുറവെല്ലാം തീർത്തോളാം കേട്ടോ. അന്തിച്ചു നിൽക്കുന്ന പാർവതിയുടെ കവിളിൽ പതിയെ തട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞതും അവൾ ചിരിയുടെ മുഖം തിരിച്ചു. ഞാനെന്നാ പോകുവാടാ. രണ്ടും കൂടെ അവിടെ എന്തായോ എന്തോ. ദേവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയെന്ന് തല കുലുക്കി തിരികെ പാർവതിയും. എന്തോ ഉണ്ടായതെന്ന് വ്യക്തമായി പറഞ്ഞു. രാത്രി ഇറക്കി ഫ്രഷായി വന്നതും ദച്ചുവിൻ്റെ അടുത്തായി ഇരുന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഇന്ന് നടന്നതെല്ലാം അവൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു കൊടുത്തു. അവൻ്റെ രണ്ട് കൊടുക്കണം വെച്ചാ. എനിക്കാണെങ്കിൽ അവനെ ഒട്ടും പിടിക്കുന്നില്ല. സൈക്കോ കളിക്കുക തേണ്ടി. ദച്ചു പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കളിക്കട്ടെ ദക്ഷ. ഞാനുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ചിരിയോടെ അവളെ എടുത്ത് തൻ്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. പേടിയൊന്നുമില്ല. എനിക്കവനെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം പൊന്തി വരും, അതാ, അല്ലാതെ ഒന്നുമില്ല. അവൾ കവിൾ വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. തെച്ചുവിനെ നോക്കി എറിക്കുന്ന മോളി കയ്യിൽ പ്ലാസ്റ്റിക് ഇരിക്കുന്ന ജോയി ഒന്ന് നോക്കിയേറി. അവന് ലക്ഷ്മി ചായ കൊടുക്കുവാണ്. അതുകൊണ്ട് എറിക്കൊന്ന് ചിരിച്ചു. അവനൊരു കൈക്ക് മാത്രമേ കുഴപ്പമുള്ളൂ ലക്ഷ്മ, അല്ലാതെ ഇങ്ങനെ ചായ ഒന്നും പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിട്ടില്ല. എറിക്ക് പറഞ്ഞിട്ട് ലക്ഷ്മി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നീയൊന്നും മിണ്ടാതേക്കിറക്കി. കുഞ്ഞ് ഇത്രയും നേരം കൈ വേദനയെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. പാവം, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കിടന്നവനെ കുത്തി പൊക്കി കൊണ്ടുവന്നതാ ഞാൻ. ലക്ഷ്മി പരാതി പോലെ പറഞ്ഞു കേട്ടതും എറിക്ക് അവനെ ഒന്ന് നോക്കി. അവനാണെങ്കിൽ എറിക്കിനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ച് കാണിച്ചു. വേദനയുണ്ടോ ജോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എരിക്ക് എഴുന്നേറ്റ് അവൻ്റെ അടുത്തായി വന്നിരുന്നു. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചായ. കുറച്ച് വേദന ഉണ്ടായിരുന്നു. ഇപ്പം വേദനയെല്ലാം മാറി. നമുക്ക് അവനുള്ള പണി കൊടുക്കാം കേട്ടോ. ജോയുടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് എറിക്ക് പറഞ്ഞതും അവൻ്റെ കണ്ണൊന്നും വിടർന്നു. അയാൾക്ക് മാത്രമല്ലേ ചായ, ആ അനുവിനെയും കൊടുക്കണം. അവളും ചുമ ശല്യം ചെയ്യാൻ പുറകെ കൂടുന്നുണ്ട്. ജോ അമർഷത്തോടെ പറഞ്ഞു. അതിന് ഞാൻ തന്നെ വേണമെന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും പോരെ? ദച്ചുവിനെ കൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവർ രണ്ടാളും ഒരുപോലെ ചിരിച്ചുകൊണ്ട് പരസ്പരം ഒന്ന് നോക്കി തല കുലുക്കി. ഇച്ച പറഞ്ഞാൽ ഞാൻ റെഡിയല്ലേ ജോ? ദച്ചു ഉത്സാഹത്തോടെ പറയുന്ന കേട്ടതും ഏറിക്ക് അമർത്തിയൊന്നും മൂളി. ഇവിടെ പിന്നെ ആരോ എന്നെക്കുറിച്ച് കുറച്ച് പരാതി പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എനിക്കെൻ്റെ ഭാര്യയുടെ സ്നേഹമില്ലെന്നൊക്കെ പരാതി. ദച്ചുവിനെ ഒന്ന് കുർപ്പിച്ച് നോക്കിക്കൊണ്ട് ഏറിക്ക് പറഞ്ഞു കേട്ടതും അവളത് കേൾക്കാത്തതുപോലെ ഫോണിൽ നോക്കിയിരുന്നു. നിനക്ക് ഞാൻ തരാട്ടോ. അവളെ നോക്കിക്കൊണ്ട് ഏറിക്ക് പറഞ്ഞതും ദച്ചു അവനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് ജോയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അതെന്തേറി അങ്ങനെ ഒരു സംശയം? ഇവിടെ ആർക്കാ നിൻ്റെ ഭാര്യയോട് നിനക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞത്? ഏറിക്ക് പറഞ്ഞു കേട്ടതും മനസ്സിലാവാതെ ആലീസ് ചോദിച്ചു. വേറെ ആര്? അമ്മയുടെ ദച്ചുട്ട് തന്നെ.
പാർവിനോട് പരാതി പറഞ്ഞിരിക്കുന്നു ഞാനിവിടെ സ്നേഹിക്കുന്നില്ലെന്ന്. എനിക്ക് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടതും എല്ലാവരുടെയും നോട്ടം ദച്ചുവിന് നേരെ പോയി. ഇങ്ങനെ എന്നെ നോക്കുമൊന്നും വേണ്ട, ഞാനിനിയും ഇങ്ങനെ തന്നെ പറയും. ഇല്ലെങ്കിൽ ഈ ചേനയോട് ഇങ്ങനെ കാണിക്കുമോ? ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇവൻ മോളോട് എന്ത് കാണിച്ചു? ആലീസ് ഇറക്കിന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ദച്ചുവിനോട് സ്നേഹത്തോടെ ചോദിച്ചു. നിനക്ക് ഫസ്റ്റ് നൈറ്റ് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് ഉറക്കെ പറയടി, എല്ലാവരും കേൾക്കട്ടെ അത്. ജോ അവളുടെ ചെവിയിലായി പറഞ്ഞു കേട്ടതും ദച്ചു ഒന്ന് പരങ്ങിക്കൊണ്ട് ചുറ്റും നോക്കി. അല്ല അത് പിന്നെ, അവളുടെ പതർച്ച നിറഞ്ഞ മുഖത്ത് ഇറക്കി ചിരിയോടെ നോക്കിയിരുന്നു. അത് കണ്ട് ദച്ചു പിണക്കത്തോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു. അത് പിന്നെ, സ്നേഹമുള്ള ഭാര്യമാരെ ആരെങ്കിലും പഠിക്കാൻ വിടുവോ? ദച്ചു പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. മിണ്ടാതിരുന്നണം, അവൾക്കിനി പഠിക്കാൻ പോകാതെ വീട്ടിലിരിക്കാനുള്ള അടവ് നോക്കുക. ലക്ഷ്മി അത് കേട്ടതും ദേഷ്യത്തോടെ പറഞ്ഞു കെട്ടി ദച്ചു ജോയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് മുഖം വീർപ്പിച്ച് തന്നെ വെച്ചു. വേണ്ട ലക്ഷ്മ, എൻ്റെ ദക്ഷയെ വഴക്ക് പറയണ്ട. വീണ്ടും അവളെ ദേഷ്യത്തിൽ എന്തോ പറയാൻ വന്നത് ലക്ഷ്മി നോക്കിയൊരു ചിരിയോടെ ഇറക്കി പറഞ്ഞുകൊണ്ട് അവളെ എടുത്ത് മടിയിലിരുത്തി. ഓ വേണ്ട, ഞാൻ നേരത്തെ ഇരുന്ന് എടുത്ത് തന്നെ ഇരുന്നോളാം. അവൾ അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഏരിക്കുള്ള കവളെന്ന് അമർത്തി വലിച്ചുകൊണ്ട് അവളെ പിടിച്ചു വെച്ചു. നീ ഇപ്പോൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഏരിക്ക് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ രണ്ടും കൂട്ടി പിടിച്ചു വെച്ചു. അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് തേച്ചു ഏറിക്കിൻ്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു. അത് നോക്കി ചിരിയോടെ ഇറക്കി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോൾ കൊച്ചിന് ഇച്ച സ്നേഹിക്കാത്ത വിഷമമാണോ? എന്നാൽ പിന്നെ അതൊന്ന് മാറ്റിയാലോ? ഏരിക്ക് ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നുള്ള പിടി വിട്ട് ദച്ചുവിനെ വട്ടം പിടിച്ച് കാതിലായി പറഞ്ഞു കേട്ടതും ദച്ചു പകപ്പോടെ അവനെ നോക്കി. എന്തേ ചോദിച്ചത് കേട്ടില്ലേ? ഏരിക്ക് അവളുടെ ചെവിയിൽ പതിയെന്ന് ചുണ്ടമർത്തി. ചെറിയൊരു വിഷമമുള്ളൂ, അത് കുഴപ്പമില്ല. ദച്ചു വിളറിയ മുഖത്തോടെ പറയുന്ന കേട്ട് അവന് ചിരിച്ചു. അങ്ങനെ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, നല്ലോണം കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ആ പരാതി ഇന്ന് തന്നെ തീർത്തേക്കാം. അപ്പോൾ ഈ ദക്ഷ ഹാപ്പി ആകുമല്ലോ, എനിക്കത് മതി. എനിക്ക് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ പറഞ്ഞു കിടതും ദച്ചു അവനെ നോക്കി പതിയെന്ന് തല കുലുക്കി. എന്തായാലും രാത്രി ആവട്ടെ അല്ലേ? എനിക്ക് കുസൃതിയോടെ വീണ്ടും അവളിൽ പിടിമുറുക്കി. ഈ ഇച്ചടിൽ തമാശ പറയാനും പറ്റില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഇതൊക്കെ. അപ്പോൾ അതിങ്ങനെ കാര്യമാക്കേണ്ടതുണ്ടോ? ദച്ചു ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇറക്കി അമർത്തിയൊന്ന് മൂളി. എന്നാൽ പിന്നെ ഞാൻ ജോയോടൊപ്പം കിടക്കാം അല്ലേ? പാവം, അവന് കൈ വയ്യാത്തതല്ലേ? രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ? രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം ദച്ചു ജോയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്ന കേട്ടതും എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി. എൻ്റെ പൊന്നോ വേണ്ട, നിന്നെ അടുത്ത് കിടത്തിയിട്ട് വേണം എൻ്റെ വയ്യാത്ത കയ്യിൽ നിനക്ക് കയറി കിടക്കാനല്ലേ? ജോ അവളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ദച്ചു നന്നായി ഇന്ന് ചിരിച്ച് കാണിച്ചു. എന്തായാലും ഇന്നിപ്പോൾ ഞാനൊന്നും ചെയ്യില്ലടാ, പാവം നിനക്കൊരു കൂട്ടിന് വേണ്ടിയാ ഞാൻ. ദച്ചു മുഖം ചുളുക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ജോ അവളെ പുരുകമുയർത്തി എന്തെന്നതുപോലെ നോക്കി. അത് കണ്ടതും അവൾ അടുത്തിരിക്കുന്ന ഇറുക്കിനെ കണ്ണുകൾ കണ്ട് കാണിച്ചു കൊടുത്തു. കാര്യം മനസ്സിലായതുപോലെ ജോ അവളെ നോക്കി പല്ല് കടിച്ചു. കളിക്കാതെ ഇങ്ങോട്ട് വരാൻ നോക്ക് ദക്ഷ. എനിക്ക് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും ദച്ചു മുഖം കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. നീ പേടിക്കണ്ട, ഒരാളുടെ ഹെൽപ്പ് ആവശ്യം വരുന്ന സമയമുണ്ടായാൽ ഞാൻ നിന്നെ വിളിച്ചോളാം. ഇപ്പം എന്തായാലും തൽക്കാലം നീ ഇച്ചയോടൊപ്പം പോയിക്കോ. ജോ കൈയൊഴിഞ്ഞ കൂടിയായതും ദച്ചു മുഖം വീർപ്പിച്ചു. മതി മതി, എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. ചുമ്മാ ഓരോന്നും പറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കാതെ. തരകൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ദച്ചുവിൻ്റെ കവിളൊന്ന് തട്ടിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി. കൂടെ ഓരോരുത്തരും പോന്നു നോക്കി ദച്ചു നഖം കടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ഇനിയിപ്പോൾ നിന്നെ എടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടോ? എരിക്കിൻ്റെ കൂടെ പോകാതെ നിൽക്കുന്ന ദച്ചുവിനെ നോക്കി ചിരിയോടെ ഇറക്കി ചോദിച്ചു കേട്ട് അവൾ നന്നായി ഇന്ന് ചിരിച്ച് കാണിച്ചു. അത് വിനീച്ച, ഞാനിന്ന് അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം കിടക്കട്ടെ. എറിക്ക് പുരുകമുയർത്തി അവളെ നിന്ന് നോക്കിയതും ദച്ചു അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചതും എറിക്ക് മീശൊന്ന് പിരിച്ച് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവളെ തൂക്കിയെടുത്ത് തോളിലിട്ടു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയുന്നത് കൊണ്ട് ദച്ചു പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു. എന്തേ പിടഞ്ഞിറങ്ങിയൊന്നും പോകാത്തത്? എറിക്ക് അവളുമായി റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് കേട്ടതും ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് ബെഡിൽ പോയിരുന്നു. എന്നിട്ടെന്തിനാ പുറകെ വന്ന് വീണ്ടും തൂക്കിയെടുത്ത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാനല്ലേ? ദച്ചു പറഞ്ഞു കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞ് ദച്ചു പതിയെ തല ഉയർത്തി ഇറക്കി നിന്ന് തോണ്ടി. ഇറക്കി മുഖം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അല്ല, ഈ ഒരെണ്ണമേ ഉള്ളൂ? ദച്ചു ഇറക്കി ചുംബിച്ചെടുത്ത് കൈ കൊണ്ട് തൊട്ട് നോക്കി പരിഭവത്തോടെ ചോദിച്ചു കേട്ടതും അവളെ എടുത്തതിൻ്റെ പുറത്തേക്ക് കിടത്തിയിരുന്നു.